എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ക്യാരറ്റ് തോരൻ. അത് തയ്യാറാക്കാൻ വേണ്ടി 6 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകിക്കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. 6 ക്യാരറ്റിന് 2 വലിയ സവാളയും വേണം. ഇത് ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പറില്ലാത്തവർ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിലിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയേ. ഒത്തിരി ഇതങ്ങ് അരിഞ്ഞു പോകരുത്. ഈ രീതിയിലാണ് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് വലിയ തേങ്ങയാണ്, അരമുറി തേങ്ങ. ചെറിയ തേങ്ങയാണ്, ഒരു തേങ്ങ എടുത്തോളൂ കേട്ടോ. എരിവിനനുസരിച്ചുള്ള പച്ചമുളകും മുറിച്ചിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത് കേട്ടോ. തേങ്ങ ഇവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉള്ളിയും ഉണ്ടല്ലോ, അതും തേങ്ങ ചതച്ചതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാവുന്നതാണ്. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ആവി കയറി വരുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തോരനല്ലേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു തോരനാണ് ഈ ക്യാരറ്റ് തോരൻ. ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക.